വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാലൻസ് വീഡിയോ ആണ്. അന്ന് ഫുൾ ഇടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെയും കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ബാലൻസും കൂടി ഇടുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഒരുമിച്ച് അതുകൊണ്ടാണ് ഇടാൻ പാർട്ട് 2 ആയിട്ട് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കും, നിങ്ങൾക്ക് ബോറിംഗ് ആവും, നിങ്ങൾ കാണത്തില്ല. അപ്പം ഒന്നാമത്തെ കുറച്ച് പേര് വീഡിയോസ് കാണുന്നുള്ളൂ, എന്നാലും അതുകൊണ്ടാണ് ഒരുപാട് ലോങ് ആയിപ്പോയിട്ട് ബോറടിക്കേണ്ടല്ലോ നിങ്ങൾക്ക്. അത് വെച്ചാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ പാട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ പാട്ടിൽ ഞാൻ ഫാർമസി യൂസ് ചെയ്യുന്ന കുറേ ക്രീംസ് കാണിച്ചു. പിന്നെ ഒരു ഡോവിൻ്റെ ക്രീം, ബോഡി ലോഷൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കാണിച്ചു. ഇനി കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്, കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ, ഒന്നുമില്ല, ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പുതിയതായിട്ടാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ കാണിക്കുന്ന ചെയ്യുന്ന വീഡിയോയിലെ കണ്ടന്റിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ യൂസ് ചെയ്യുന്നതിന് കാണിക്കണം. നിങ്ങൾക്കും ആ സാധനം യൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം, ഷെയർ ചെയ്യണേ. കമൻറ്റിനകത്തോ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അറിയത്തില്ല എന്ന് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെക്കുറിച്ച് തന്നെ ഒരു ബോധമില്ലാത്ത ഒരാളായിരുന്നു നേരത്തെ. ഇപ്പോഴാണ് കൂടുതൽ എനിക്ക് ഒന്നാമത്തെ കാര്യം അറിയാവുന്നത്. അപ്പോൾ എൻ്റെത് കൂട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നിന് ഉള്ള ഓയിലി നല്ലതായിട്ടുള്ള സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ മാത്രം കേട്ടോ, ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ളവർ. ഓയിലി എന്ന് പറഞ്ഞാൽ ഒരുപാടും കാണും, മീഡിയം കാണുമല്ലോ, ഇച്ചിലായിട്ട് ഓയിലി ഉള്ളവരുണ്ട്. ഞാനൊക്കെ ഓവറായിട്ട് ഓയിലി ആവുന്ന ഒരാളാണ്. വീട്ടിൽ ഇരുന്നുമ്പോൾ ഒരുങ്ങുമ്പോൾ പുറത്തോട്ട് പോകുന്ന ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണില്ല. പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുഖം ഓയിലി ആയി പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പറ്റിയൊരു വീഡിയോ ആയിരിക്കും ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഇപ്പോൾ ഡോക്ടർ തരുന്ന സാധനമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഷാമ്പു ആയാൽ പോലും ഞാൻ ഡോക്ടർ എന്നതാണ് യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. നമ്മൾ ഒരു സാധനം നമ്മൾ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടർ തന്നെയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്ത് 2 മാസം ഒക്കെ നോക്കിയാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാനും ഒരേ ഒരു ചിന്താഗതിക്കാരിയായിരുന്നു. ഇപ്പം ഞാനൊരു 2 ആഴ്ച യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. എന്നിട്ട് ഞാൻ സ്വയം തന്നെ പറയും, ഇത് തേച്ചിട്ട് ഒരു മാറ്റവും ഇല്ല, വേറെ എന്തെങ്കിലും തേച്ച് നോക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായത്. നമ്മൾ 2 മാസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് സാധനം മാറ്റി നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അത് എനിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഡോക്ടറുടെ സാധനങ്ങളൊക്കെ. അതിലെ കുറേ ഓയിൻമെൻറ്റ്സ് ആണ് നിങ്ങളെ കാണിച്ചതൊക്കെ. ഞാനിപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, അതൊക്കെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാക്കാണെങ്കിൽ പോലും ഇന്ന പാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓയിൽ സ്കിന്നുകാരാണെങ്കിൽ പാലൊഴിച്ചുള്ള ഒരു സാധനം യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ കൂടെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. മുഖത്തെ കാര്യങ്ങൾ, മുഖം എങ്ങനെ ശ്രദ്ധിക്കണം നോക്കാൻ തുടങ്ങി. ഒത്തിരി മാറ്റമുണ്ട്. നേരത്തെ എനിക്ക് വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ ഒരു മടിയായിരുന്നു. വീഡിയോയിലോട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖത്തെ പാടുകൾ, കുരുകൾ അതൊക്കെ കാണുമായിരുന്നു. ഇപ്പം കുറേ കൂടെ മാറിയിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മാറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫേസ് കഴുകിയിട്ട് യൂസ് ചെയ്യുന്ന ദേഹം തുടങ്ങുന്ന ടവൽസ് ഒന്നിട്ട് മുഖം തുടക്കരുത്. മുഖം തുടയ്ക്കാണ്ട് സെപ്പറേറ്റ് ഒരു ടവൽ നിങ്ങൾ കരുതണം കയ്യിൽ. പക്ഷേ അത് ഒരാഴ്ചത്തിൽ കൂടുതൽ കഴുകി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ടവൽസ് ആണ് ഞാൻ മുഖത്ത് തുടയ്ക്കുന്നത് തോർത്തിട്ടായിരുന്നു. തല തുടയ്ക്കുന്ന തോർത്ത് എന്നിട്ട് മുഖം തുടയ്ക്കുമായിരുന്നു. എനിക്ക് ഈ താരൻ്റെ, ഞാൻ ചാർദനം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, നിങ്ങൾ താരൻ എന്നായിരിക്കും പറയുന്നത്. ഞാൻ ചാർദനം എന്ന് പറയാറുണ്ട് ഞങ്ങളൊക്കെ. അപ്പം ഈ ചാർദനം ഉള്ളപ്പം നമ്മൾ ആ തോർത്തിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ തുടയ്ക്കുമല്ലോ. കുറച്ചിട്ട് ആ തോർത്തിട്ട് നമ്മുടെ ഫേസ് എൻ്റെ ഈ നെറ്റ് കണ്ടോ നിങ്ങൾ. ഇപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ നെറ്റ് ഇരിക്കും നോക്കി. പക്ഷേ ആ സമയത്ത് ആ തോർത്തിട്ട് മുഖത്ത് തുടയ്ക്കുന്ന സമയത്ത് എൻ്റെ നെറ്റി കുരുവിലാന്നുള്ള കുരുക്കൾ വരും. പെട്ടെന്ന് അടുത്തടുത്ത കുരുക്കൾ ഉടനെ വരുമായിരുന്നു. അപ്പം എൻ്റെ തലയിൽ താരനുണ്ട്. ആ താരൻ തന്നെ ഡയറക്റ്റ് ആ മുഖത്തോട്ടിട്ട് തുടയ്ക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചതെന്നാണ്. അപ്പോൾ ഇപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് നല്ല മാറ്റമുണ്ട്. നിങ്ങളും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ആയാലും എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റമുണ്ട്. പക്ഷേ 2 ആഴ്ച ഒരാഴ്ച കൊണ്ട് ഒന്നും ആവത്തില്ല. നിങ്ങളൊരു 2 മാസമെങ്കിലും കറക്റ്റായിട്ട് 2-3 മാസമെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും റിസൾട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാലൻസ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. പറഞ്ഞ ഒത്തിരി ഞാൻ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അന്ന് നിർത്തിയത് ഞാനൊരു സൺസ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ. ഇത് ലാക്മി, ഞാനത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ലാക്മിയുടെ ഇത് ചെറുതായിട്ട് എൻ്റെ പേര് തീർന്നു. ഞാനപ്പോൾ ഈ ട്രയലാണ് ആദ്യം ഞാൻ മേടിച്ച് നോക്കിയത്. ഈ ചെറുതാണ് ആദ്യമായിട്ട് ഞാൻ മേടിച്ച സമയത്ത് നോക്കിയത്. കഴിഞ്ഞ വർഷം ഞാനിത് മേടിച്ചത് ഫസ്റ്റ് ടൈം.
ഇപ്പം ഞാൻ ഇത് തെക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷം ആവുന്നു കേട്ടോ. 1 വർഷം കഴിഞ്ഞ് 1.5 വർഷത്തിൽ കൂടുതലായി ഇത് തേക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് ഞാൻ വലുതും മേടിക്കും ചെറുതും മേടിക്കും. ഉള്ള കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇതേ കിട്ടത്തുള്ളൂ കേട്ടോ, ചെറുത് വലുത് കിട്ടത്തില്ല എനിക്ക്. അപ്പം ഞാനിത് തേക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായെങ്കിൽ എനിക്ക് അത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. പക്ഷേ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ വൈറ്റ് കാസ്റ്റ് ഒക്കെ മാറും കേട്ടോ. പക്ഷേ ഇത് ഓയിൽ സ്കിന്നുകാർക്ക് ബെറ്റർ എന്ന് ഞാൻ പറയില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ലതായിട്ട് സൂട്ടബിൾ ആവുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. നമ്മുടെ ഫേസ് ബ്രൈറ്റാവും, നല്ലതായിട്ട് ബ്രൈറ്റനിങ് കൂട്ടുന്ന സൺസ്ക്രീൻ കൂടാണിത്. അപ്പോൾ ഞാൻ തേച്ച് കാണിക്കാൻ വേണമെങ്കിൽ നിങ്ങളെ ഇത് നല്ലതായിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് യൂസ് ചെയ്യാതിരുന്ന് ഇരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സാധനമാണ്. നമ്മുടെ ഫേസ് കളർ തോന്നിക്കും, നമുക്ക് ഫേസിൽ ഒരു ബ്രൈറ്റ്നസ്സും കാണിക്കില്ല കേട്ടോ. ഈ വൈറ്റ് കാസ്റ്റ് അങ്ങ് ഒരു 5 മിനിറ്റ് മാറും, അതിൽ കൂടുതൽ നിൽക്കത്തില്ല. പക്ഷെ ഓയിൽ സ്കിന്നുകാർക്ക് ഈ സാധനം സൂട്ടബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേസിൽ ഒരുപാട് ഓവറായിട്ട് ഓയിലി ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇച്ചിരി ഒന്ന് ഓയിലി പോലെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഇഷ്ടമല്ല. പക്ഷേ ഇത് കണ്ടോ, ഇത് നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കുന്ന ഒരു സാധനമാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ തീരുന്നതിനനുസരിച്ച് മേടിക്കും. ഇപ്പം എനിക്ക് വലുത് കിട്ടാത്തതുകൊണ്ടാണ്. ചെറുതിന് 110 രൂപയാണ് കേട്ടോ വില വരുന്നത്. ഇതിപ്പോൾ ചെറുതാണ്. വലുതിന് 200 ആയിരുന്നു. ഇപ്പം 336 രൂപയാണ് വലുതിന് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഓയിൽ സ്കിന്നുകാർക്ക് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ല രീതിയിൽ ഓടുന്ന സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഒരെണ്ണമുള്ളത് ഈ സാധനം ബോറോ പ്ലസ്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നിട്ടുണ്ടായിരിക്കാം. ഇത് ഞാൻ തേക്കത്തൊന്നുമില്ല, വെറുതെ മേടിച്ചതാണ് കേട്ടോ. ഇത് ഫുള്ളുണ്ട്, നിറഞ്ഞിരിക്കുവാണ്. ഞാൻ ഈ തേച്ചിട്ടേ ഇല്ല. ഇത് നമ്മുടെ ഫേസിലൊക്കെ ഗ്ലോ തരുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പേടിയാണ് തേക്കാൻ. ഇത് ഞാൻ നേരത്തെ കുറേ നാളായി മേടിച്ചിട്ട്. ഇത് 2024 മേടിച്ചതാണ്. ഇത് 2026 വരെ യൂസ് ചെയ്യാൻ നമുക്ക്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് 2026 വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ഗ്ലോ സ്കിന്ന് കിട്ടും. നമ്മുടെ ചുണ്ടിൽ തേക്കാം, സോഫ്റ്റ് ആവും ചുണ്ടെന്നാണ് പറയുന്നത്. സോഫ്റ്റ്നെസ് കിട്ടും. സ്കിന്നിൽ കയ്യിലും കാലിലും ഒക്കെ തേക്കാം, മോയ്സ്ചറൈസർ ആയിട്ടിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഹീലിംഗ് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ഞാനിത് തേച്ചിട്ടില്ല. ഈ സാധനം തേക്കുന്നവർ വീഡിയോ കാണുന്നുണ്ട്, എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നല്ലതാണോ, നിങ്ങൾ തേച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് എനിക്ക് തേക്കാൻ പേടിയാണ്, ഞാൻ തേക്കാറേ ഇല്ല. ലൈറ്റാണ് സാധനം, നോൺ സ്റ്റിക്കൊക്കെയാണ്. പക്ഷേ ഒരു പേടി. ഞാൻ ഇതുവരെ ഒന്ന് മേടിച്ച് നോക്കിയത് തേക്കാം. പക്ഷേ ഇതുവരെ തേച്ചിട്ടില്ല, പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ തേച്ചിട്ടില്ല. പിന്നെ ഞാൻ തേച്ചിട്ടില്ല. ഇവിടെ വേറെ കുറേ പേരുണ്ട്, അവരൊക്കെ തേക്കുന്നത്. പക്ഷെ ഞാൻ തേച്ചിട്ടില്ല. അപ്പം അതൊന്ന്. പിന്നുള്ളത് ഇതാണ് കേട്ടോ, സെറ്റഫിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ സാധനം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്കൊരാൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് ഒരാൾക്ക് കിട്ടിയപ്പോൾ അവൾ എനിക്ക് കൊണ്ടുവന്ന് സെൻസിറ്റീവ് സ്കിന്നറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവൾ എനിക്ക് കൊണ്ട് തന്നതാണ്. ഇത് ആദ്യമായിട്ട് ഞാൻ മേടിക്കുന്നത് എൻ്റെ അമ്മ ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈ പ്രോഡക്റ്റിൻ്റെ വലിയൊരു ഫാനാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ എപ്പോഴും ഈ പ്രോഡക്റ്റിന് തന്നെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, എല്ലാ സാധനവും എൻ്റെ അമ്മ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അമ്മ അങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈം ഇത് മേടിച്ച സമയത്ത് ഞാൻ ഇത് ഫുള്ള് തീർക്കും. ഈ സാധനം സെയിം സാധനം തന്നെ മോയ്സ്ചറൈസറാണല്ലോ. അപ്പോൾ ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് ഈ മോയ്സ്ചറൈസർ. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ സ്കിന്ന് കിട്ടും. ഹൈഡ്രേറ്റിംഗ് ആണ്, 48 ഹവേഴ്സ് ഹൈഡ്രേറ്റിംഗ് ആണെന്ന് പറയുന്നത്. റീസ്റ്റോർ ചെയ്യും ഒന്നുകൂടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസറായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 629 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒരാൾ കൊണ്ട് തന്നു, എൻ്റെ സ്കിന്നിന് പറ്റിയതാ, തേച്ചോളാൻ പറഞ്ഞു കൊണ്ട് വന്നപ്പോൾ ഞാൻ തേക്കുന്നുണ്ട്. ഇപ്പോൾ തേക്കുന്നുണ്ട്. നേരത്തെ ഒരിടയ്ക്ക് തേച്ചിട്ട് നിർത്തിയതാണ്. ഇതിൻ്റെ റേറ്റ് ഭയങ്കര, അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാറില്ല ഇത്. പക്ഷേ ഇതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതാണ്, എൻ്റെ ബ്രാൻഡ് സാധനമാണ്. ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസർ ചെയ്ത് നിർത്തും, അടിപൊളിയായിട്ട് നിർത്തും. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. സെറ്റാക്കില്ല. ഇത് നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം. ഇതിൻ്റെ അഭിപ്രായം യൂസ് ചെയ്തിട്ടെങ്ങനെയാണ് നമുക്ക് പറയണേ. പിന്നെ ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാമ്പു ആണിത്. കെറ്റോസ്കോർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണെങ്കിൽ നമ്മുടെ സാലിസിലിക് ആസിഡ് ഷാമ്പു ആണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ എൻ്റെ കണ്ണൊക്കെ ഇവിടെ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ നെറ്റിയിൽ ഭയങ്കരമായിട്ട് കുരുക്കൾ വരുമായിരുന്നു, മുഖത്തൊക്കെ വരുമായിരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു തലയിൽ ഓവറായിട്ട് താരനുണ്ട്, എണ്ണ കുഴച്ച് പെരട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് തന്ന ഒരു ഷാമ്പു ആണിത്, കെറ്റോസ്കോർ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ഫാർമസിയിലൊക്കെ കിട്ടും കേട്ടോ. ഇതെനിക്ക് ഡോക്ടർ എഴുതി തന്ന് ഞാൻ പോയി മേടിച്ചതാണ്. ഇതിൻ്റെ വില 165 രൂപ ഉള്ളൂ കേട്ടോ. 165 രൂപ മാത്രമേ ഉള്ളൂ. ഇത് 2006 വരെ എനിക്ക് യൂസ് ചെയ്യാം. 4 വർഷം എനിക്ക് യൂസ് ചെയ്യാം അല്ലേ.
അല്ല, ഇത് 2020, സോറി, ഇത് 2024 സാധനമാണ് കേട്ടോ ഈ ഷാമ്പൂ. അപ്പോൾ ഇതിന് എനിക്ക് അടുത്ത വർഷം കൂടെ ഒക്കെ യൂസ് ചെയ്യാം. അതുവരെ എനിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി സാധനമാണ്. ഇതോടെ എൻ്റെ താരനൊക്കെ കുറേ മാറി. എൻ്റെ തലയിൽ ഇപ്പം അങ്ങനെ താരനേ ഇല്ല. എന്നോട് പറഞ്ഞു ഒരാൾ യൂസ് ചെയ്യുന്ന ചീപ്പ് യൂസ് ചെയ്യില്ല, സ്വന്തമായിട്ടൊരു ചീപ്പ് വേണം, ഹെയർ കോമ്പ് ചീപ്പ് സ്വന്തമായിട്ട് വേണം, ടവല് സ്വന്തമായിട്ട് യൂസ് ചെയ്യണം, തലയിൽ തുടയ്ക്കുന്ന ടവല് ശരീരത്തിൽ തുടയ്ക്കരുത്. അതുകൊണ്ട് എനിക്ക് തല തുടയ്ക്കാൻ ഒരു ടവല്, നമ്മുടെ ദേഹം തുടയ്ക്കാൻ ഒരു ടവല്, ഫേസ് തുടയ്ക്കുന്നത് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടാണ്. ടിഷ്യൂ പേപ്പർ മാത്രം ഇട്ട് എൻ്റെ ഫേസ് തുടയ്ക്കാൻ പറ്റും. എന്നോട് പറഞ്ഞാൽ ടവൽ യൂസ് ചെയ്യണ്ട, എനിക്ക് എൻ്റെ ടവൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെന്നാണ്, യൂസ് ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ടാണ് തുടയ്ക്കുന്നത്. 2-3-4 പാക്കറ്റ് മേടിച്ച് വെച്ചിട്ട് ഇത് 2 മാസമൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഈ ഷാമ്പു ഭയങ്കര അടിപൊളി ഷാമ്പു ആണ്. എനിക്ക് താരൻ ഒരുപാടുള്ളവരൊന്നും മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തലയിൽ പരട്ടണം. ഇത് നല്ല ലൈറ്റായിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ. തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷാമ്പു ആണ്. നമ്മൾ കയ്യിൽ ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം പോലെ, ജെല്ല് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്കാൽപ്പിലെല്ലാം തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം റെസ്റ്റ് ചെയ്തതിന് മാത്രമേ നമ്മൾ പോയി വാഷ് ഔട്ട് ചെയ്ത് കളയാവുള്ളൂ. അതുവരെ നമ്മളിത് തേച്ച് തല പിടിച്ചോണം. നല്ല അടിപൊളി ഷാമ്പു ആണ്. ഇപ്പോൾ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ഇത് തന്നാണ്. ഇനി ഇത് നമ്മൾ മാറിയിട്ട് ചെന്ന് ചെക്കപ്പ് ചെയ്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച നമ്മൾ പോകുന്നുണ്ട്. ഈ ആഴ്ച പോകണമെന്ന് വിചാരിച്ച് പറ്റിയില്ല. ഈ ആഴ്ച എല്ലാവരും പറഞ്ഞാൽ ഞാൻ പോയില്ലെന്ന്. അടുത്ത ചൊവ്വാഴ്ച എനിക്ക് പോകണം. അന്നേരം നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് ഡോക്ടർ പറയുന്നതെന്നൊക്കെ നോക്കിയിട്ട് അടുത്ത് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഉള്ളത് ഈ ഒരു ഫേസ് വാഷ് എൻ്റെ ഉണ്ട്. ഇത് തീർന്നു. ഇത് ഫുൾ ആവിയാണ് ഫേസ്. ഇത് ഫുൾ തീർന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ തലയിൽ ഞാൻ കളർ തേച്ച് മൊത്തം ആക്നീസും പാടുകളും പുഴുക്കളും എല്ലാം കൂടിയ സമയത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് ആ ഫാർമസി, ഡോക്ടർ തന്നെയല്ല, ഫാർമസി ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഫാർമസിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ എൻ്റെ ഫേസ് കണ്ടിട്ട് എന്തോ പറ്റിയാന്നൊക്കെ ചോദിച്ച് അങ്ങനെ എനിക്ക് ഈ ഒരു ഹിമാലയയുടെ ഒരു ഇത് തന്നെ ഫേസ് വാഷ് തന്നതാണ്. അപ്പോൾ ഡോക്ടർ എനിക്ക് ആക്നി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്നൊരു ക്രീം കാണിച്ചില്ല. അപ്പോൾ ഡോക്ടർ അത് ചെയ്തിട്ടുണ്ട്. പുള്ളി ഡോക്ടറാണെന്ന് തോന്നുന്നു, പഴയ സ്കിന്നിൻ്റെ എന്തോ ഡോക്ടറാണ് പുള്ളി. അപ്പം സ്കിന്നിൻ്റെ ഡോക്ടർ, പക്ഷേ ഇപ്പോൾ ഫാർമസി ഇതായിട്ട് പുള്ളി നോക്കുവാണ് സ്വന്തമായിട്ട് കടയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടാണ് മേടിക്കുന്നത്, പുള്ളിക്ക് നമ്മളെ അറിയാം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതാ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഇത് സ്കിന്നിന് ക്ലെൻസ് ചെയ്യുന്നതും കൂടാണ് കേട്ടോ, കൺട്രോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 165 രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ അടിപൊളി സാധനമാണ്. ഞാൻ യൂസ് ചെയ്ത് തീർന്നു. ഇനി ഇതൊരെണ്ണം മേടിക്കണം. പക്ഷേ ഇപ്പം ഞാൻ ഇതിന് പകരം ഇത് യൂസ് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്ന് ഓയിലി ആക്കത്തില്ല, നല്ല രീതിയിൽ ഡ്രൈയും ആക്കത്തില്ല, ഓയിലി ഒരുപാട് ആക്കത്തില്ല. അതുപോലെ ഇരിക്കും നമ്മുടെ സ്കിന്ന് യൂസ് ചെയ്ത്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് തന്നെ 200 രൂപയാണ്, 199 രൂപ. നല്ല മൈന്യൂട്ടായിട്ടുള്ളൊരു ഫേസ് വാഷ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു മണം പോലും ഇല്ല ഇതിന്. നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ ജെൻറ്റൽ ക്ലീനറാണ് കേട്ടോ ഇത്. നല്ല രീതിയിൽ ട്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിന് ക്ലീനർ സ്മൂത്ത് ഹെൽപ്പ് റീപ്ലൈ നമ്മുടെ ഹൈഡ്രേറ്റിംഗ് ചെയ്ത് കേട്ടോ. വിറ്റാമിൻ ബി ആണ്, B5 ആണ്. ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു കുപ്പി മേടിച്ച് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ. ഏറ്റവും അടിപൊളിയാണ് ഈ 2 ഫേസ് വാഷ്, നല്ല അടിപൊളിയാണ്. സെൻസിറ്റീവ് ആക്നെ ഉള്ളവർക്ക് ഈ ഹിമാലയുടെ ഫേസ് വാഷ് സൂപ്പറാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. നോർമലായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം, ഡ്രൈ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം, സെൻസിറ്റീവുകാർക്കും യൂസ് ചെയ്യാം. നല്ല രീതിയിലുള്ള ക്ലെൻസിങ് ജെല്ല് പോലത്തെ ഒരു ഫേസ് വാഷാണിത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം കൂടി. ഇതെൻ്റെ വാസ്ലിനാണ് കേട്ടോ. ഈ വാസ്ലിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്പിൽ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണുള്ളതാണ് കേട്ടോ. ഇത് ഞാനിപ്പം 2 വർഷമായി. ഇതല്ല, ഇത് കുറേ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തേക്കുള്ള ഈ ബ്രാൻഡിൻ്റെ വാസ്ലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ് കെയർ, റോസി ലിപ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വാസ്ലിൻ ലിപ് കെയർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ലിപ് ഗ്ലോസ് ഒന്നും ഇവിടെ ഉണ്ടാകും. ഈ സാധനം ഇട്ടാൽ മതിക്കും, ലിപ് ഗ്ലോസ് ഇട്ട പോലെ തന്നെ നമ്മുടെ ചുണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. രാത്രി നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ചുണ്ടിൽ ഇത് ലിപ്സ്റ്റിക്ക് നമ്മൾ തുടയ്ക്കുമല്ലോ, ആ സ്കിൻ കെയർ ചെയ്ത് എനിക്ക് ഇതൊക്കെ ചുണ്ടിൽ ഇട്ടുകൊണ്ട് കിടന്നാൽ മതി. ഈ സാധനം നല്ലതാണ്, വാസ്ലിൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കരുതുക, എനിക്ക് നല്ലതായിട്ട് ചുണ്ട് നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചുണ്ട് എനിക്ക് ഇഷ്ടം. പിന്നെ ഇത് ലാക്ടോ കലമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫേസ് ലോഷനാണിത്.
ഇത് ഞാൻ എന്തിനാ മേടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പരസ്യമൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതാണെന്ന് പറഞ്ഞു. ഫോർ ഓയിലി സ്കിൻ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് പരട്ടിയിട്ട് ഞാൻ വെയിലത്ത് പോവാൻ നമുക്ക് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, സണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് പരട്ടിയിട്ട് പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ ഫേസ് കറുത്തിരുണ്ടിരുന്നു ഗൈസ്. സത്യമായിട്ടും ഭയങ്കരമായിട്ട് കറുപ്പായി എൻ്റെ മുഖം. നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ അടിച്ച പോലെ ഇരിക്കത്തില്ല, അതുപോലായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അന്ന് നിർത്തി. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒത്തിരി റിവ്യൂ കണ്ടിട്ടാണ് കേട്ടോ മേടിച്ചത്. ഇത് നമുക്ക് പറ്റിയ സാധനം, പക്ഷേ എനിക്ക് പറ്റത്തില്ല. എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്നൊരു സാധനമാണത്. അതുകൊണ്ട് ഞാൻ നിർത്തി, അതിൻ്റെ പുറകെ നിർത്തി. വെറുതെ ആയിപ്പോയി മേടിച്ചതിന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ഇത് ഇപ്പോൾ തന്നെ ക്രീംസൊക്കെ മാറ്റിയിട്ട് വേറെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി. ഇതിന് ഒരു ചേഞ്ച് ഇട്ടിട്ട് വേണം ഡോക്ടറിന് അടുത്തത് തരാൻ. ഞാൻ ടാബ്ലറ്റ്സും കഴിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഒരുപാട് മാറിയത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വറുത്തത്, പൊരിച്ചത്, മെഴുക്ക് വരട്ടിയൊക്കെ കുറയ്ക്കുവാണെങ്കിൽ ഒന്നും നമ്മുടെ സ്കിന്ന് സൂപ്പറായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബോറടിച്ചോ ലാഗടിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഇത്രയും പ്രോഡക്റ്റ്സാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. പിന്നെ ഒരു കുട്ടി കമൻറ്റ് വന്നിട്ട് ഗ്ലൈക്കോജിക് ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ? അത് ഓരോ ഇത്ര പോയിൻറ്റിൻ്റെ അനുസരിച്ചുണ്ട്. ഞാൻ ഒരു ദിവസം അത് യൂസ് ചെയ്താണ് എനിക്ക് പണി കിട്ടിയെങ്കിൽ ഞാനിത് പറയുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ച ക്രീമാണോ കുട്ടി ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒന്നും ഇല്ലിപ്പോൾ. അതാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, വീക്കിലി 2 പ്രാവശ്യം. പക്ഷേ ഞാൻ എല്ലാ ദിവസവും പുരട്ടുമായിരുന്നു. ഗ്ലൈക്കോജിക് ക്രീമാണെന്ന് തോന്നുന്നു, അത് തന്നെ. ഞാൻ എല്ലാ ദിവസവും പുരട്ടി ലാസ്റ്റ് 3 ആഴ്ച കൊണ്ടുവന്നു. അങ്ങനെ ഞാനത് നിർത്തി. അങ്ങനെ ഞാൻ വീഡിയോസ് നോക്കിയപ്പോൾ മനസ്സിലായത് ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു പീസ് സോപ്പ് മാത്രം എടുത്തിട്ട് വേണം നമ്മൾ മുഖത്ത് ടച്ച് ചെയ്യാൻ. നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല, നമ്മുടെ റെറ്റിനോയിൻ ക്രീം, അതുപോലെ യൂസ് ചെയ്യാൻ അതിനേയും പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഓരോ പോയിന്റ് വൈസ് അനുസരിച്ചുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടിയ 10% ഒന്നും പോയി മേടിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടാവും. അത് ആദ്യം നമ്മൾ തേച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം 1 മണിക്കൂറിന് ശേഷം. നമ്മുടെ സ്കിന്നിനെ അത് പരിചയപ്പെടുത്തി തേക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ അതിൽ ഞാൻ തേച്ചിട്ടില്ല. ഞാൻ ഡോക്ടറോടൊക്കെ നേരത്തെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു പറഞ്ഞത്, ഡോക്ടർ എന്നോട് പറഞ്ഞത് അത് തേക്കാൻ പറ്റില്ല, തേക്കണ്ടാമെന്ന് പറഞ്ഞു. ഇറിറ്റേഷൻ സ്കിന്നിനുള്ള ഒരു സാധനം നമുക്ക് തേച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും തേക്കാറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ക്ലാരിറ്റി എന്നൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻസിൽ കൂടെ ഒന്നും പറയാൻ എനിക്കറിയില്ല.